കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഭരണങ്ങാനം പള്ളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാലായിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പാല ഈരാറ്റുപേട്ട റോഡിലാണ് ഭരണങ്ങാനം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിലോട്ട് കയറാൻ പ്രധാനമായിട്ടും 3 വഴികളാണുള്ളത്. അതിൽ ഒരു വഴിയിൽ കൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായിട്ട് വിശുദ്ധ അൽഫോൻസാമയുടെ ഒരു രൂപവും വലതുവശത്തായിട്ട് മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ഈശോയുടെ വലിയൊരു രൂപവും നമുക്ക് കാണാൻ കഴിയും. ഫൊറോന പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് സെന്റ് അൽഫോൻസ മ്യൂസിയവും പള്ളിവക സ്റ്റോറും ഉള്ള ഒരു കെട്ടിടം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റായിട്ടാണ് സെന്റ് മേരീസ് ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഭരണങ്ങാനം ആനക്കല്ല് എന്നും അറിയപ്പെടുന്നുണ്ട്. പേരിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുണ്ട്. ഒരു സഹസ്രാബ്ദത്തിന് മുൻപ് ഭരണങ്ങാനത്ത് ഒരു പള്ളി പണിയണമെന്ന് തീരുമാനിച്ചപ്പോൾ വിശ്വാസികൾ തമ്മിൽ പള്ളിയുടെ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായി. ചർച്ചകളിലൂടെ രഞ്ജിപ്പുണ്ടാവില്ലെന്ന് ഉറപ്പായതോടെ മധ്യസ്ഥർ ഒരു തീരുമാനത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയുടെ തുമ്പിക്കൈയിൽ പള്ളി നിർമ്മിക്കേണ്ട മൂലക്കല്ല് കൊടുക്കുക. ആന കല്ല് എവിടെ വെക്കുന്നോ അവിടെ പള്ളി പണിയുക. ഇരു കൂട്ടർക്കും ആ വ്യവസ്ഥ സ്വീകാര്യമായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ആന നടന്നെത്തി കല്ല് വെച്ചെടുത്ത് പള്ളി സ്ഥാപിക്കുകയും ഭരണങ്ങാനം ആനക്കല്ല് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഹൈന്ദവ ഐതിഹ്യപ്രകാരം പാരണകാനനം എന്ന പേര് പരിണമിച്ച് ഭരണങ്ങാനം ഉണ്ടായി എന്നും കരുതപ്പെടുന്നുണ്ട്. ഒരു കൊടിമരവും കൽക്കുരിശും സ്ഥാപിച്ചിട്ടുണ്ട്. വലതുവശത്തായിട്ട് വലിയൊരു ഗ്രോട്ടോയും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് സ്റ്റെപ്പ് മാർഗം നമുക്ക് പോകാവുന്നതാണ്. ഫൊറോന പള്ളിയുടെ ഏറ്റവും മുകളിലായി ഉത്തിതനായ ഈശോയുടെ വലിയൊരു രൂപവും വെച്ചിട്ടുണ്ട്. ഫൊറോന പള്ളിയിൽ നിന്ന് മുൻപിലേക്ക് നടക്കുമ്പോൾ ദൂരെയായി മുകളിൽ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ കാണാൻ കഴിയും. ചാപ്പലിലേക്കുള്ള വഴിയുടെ ഇരുവശത്തുമായി തീർത്ഥാടകരുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ സൗകര്യമുണ്ട്. മർത്തമറിയത്തിന്റെ നാമത്തിലാണ് പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. ഭരണങ്ങാനം ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ പ്രദക്ഷിണവും ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവവും ജനുവരി മാസങ്ങളിൽ ഒരേ ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നത്. പ്രദക്ഷിണത്തിൽ ഉപയോഗിക്കുന്ന കോൽവിളക്ക് ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകപ്പെട്ടിട്ടുള്ളതാണ്. വിളക്കിന് പകരം പള്ളിയിൽ നിന്ന് ക്ഷേത്രത്തിന് നൽകിയിട്ടുള്ള മുത്തുക്കുട ക്ഷേത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജൂലൈ 28-നാണ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആചരിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിൽ ദിവസവും എത്തിച്ചേരാറുള്ളത്. സീറോ മലബാർ സഭയിലെ വിശുദ്ധയായ അൽഫോൻസാമ ഭാരതത്തിൽ നിന്നുള്ള ആദ്യ വനിതാ വിശുദ്ധ കൂടിയാണ്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കരയിൽ ജനിച്ച അൽഫോൻസാമയുടെ കുടുംബം ചെമ്പകശ്ശേരി രാജാവിന്റെ സഭയിലെ വൈദ്യന്മാരായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അന്നക്കുട്ടി എന്നായിരുന്നു അൽഫോൻസാമയ്ക്ക് പേര് നൽകിയിരുന്നത്. ജനിച്ച് 27-ാം ദിവസം അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ മാതൃസഹോദരിയും വല്യമ്മയും ഒക്കെ കൂടിയാണ് ചെറുപ്പത്തിൽ നോക്കിയിരുന്നത്. മുതിർന്നപ്പോൾ കാര്യമായ വിവാഹാലോചനകൾ അന്നക്കുട്ടിക്ക് വന്നുവെങ്കിലും സന്യാസ ജീവിതം നയിക്കുവാനായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ ഇക്കാര്യത്തിൽ അന്നക്കുട്ടിയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതിരുന്ന വല്യമ്മയും കുടുംബവും കാര്യമായ രീതിയിൽ തന്നെ ആലോചനകൾ മുൻപോട്ട് കൊണ്ടുപോയി. എന്നാൽ തന്റെ സൗന്ദര്യമാണ് തന്റെ ശാപമെന്ന് മനസ്സിലാക്കിയ അന്നക്കുട്ടി നെല്ലിന്റെ ഉമി കത്തിക്കുന്ന കൂനയിൽ ബോധപൂർവം വീഴുകയും തന്റെ ശരീരം പൊള്ളിക്കുകയും ചെയ്തു. മുട്ടോളം തീയിലകപ്പെട്ട അന്നക്കുട്ടിയുടെ മുടി ഉൾപ്പെടെ തീയിൽപ്പെടുകയും ചെയ്തു. പിന്നീട് വൈദ്യനായിരുന്ന പിതാവിന്റെ ചികിത്സ വഴിയാണ് അന്നക്കുട്ടി സുഖം പ്രാപിച്ചത്. അതിനുശേഷം കുടുംബാംഗങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും സമ്മതത്തോടെ അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ചേരുകയും ചെയ്തു. കഠിനമായ രോഗങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷം ഒരു സന്യാസിനിയായി തീർന്നു. ശിരോവസ്ത്ര സ്വീകരണത്തിന്റെ സമയത്താണ് അൽഫോൻസ എന്ന പേര് അന്നക്കുട്ടി സ്വീകരിക്കുന്നത്. 1946 ജൂലൈ 28-നാണ് അൽഫോൻസാമ അന്തരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും പള്ളിയിലെ തിരുക്കർമ്മങ്ങളുടെ വിവരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ബോർഡ് പള്ളിയുടെ സമീപത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. മരണമടഞ്ഞ് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. 1986 ഫെബ്രുവരി 8-ാം തീയതിയായിരുന്നു അത്.
ജന്മന കാലുള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു ബാലന്റെ അത്ഭുതകരമായ രോഗശാന്തിയാണ് അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് കാരണമായത്. 2007 ജൂൺ 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയുടെ മാധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ച് അത് സംഭവിച്ച രേഖയിൽ ഒപ്പുവെച്ചു. 2008 മാർച്ച് 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12 മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫർണങ്ങാനം സെന്റ് അൽഫോൻസ കോൺവെന്റ്, അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ, അൽഫോൻസാമ ജനിച്ച കുടമാളൂർ മുട്ടത്തുപാടം വീട്, മാമോദീസ നടത്തിയ കുടമാളൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി, മുട്ടിച്ചിറ മുരിക്കൻ തറവാട് തുടങ്ങിയ സ്ഥലങ്ങളാണ് അൽഫോൻസാമയുടെ പേരിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. വലതുവശത്തായി കാണുന്ന കെട്ടിടത്തിലാണ് പള്ളിയുടെ ഒഫീഷ്യൽ കാര്യങ്ങളും അതുപോലെ തന്നെ കുമ്പസാരത്തിനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 6:15 പള്ളിയിൽ ജപമാല പ്രദക്ഷിണം നടത്തപ്പെടാറുണ്ട്. ജപമാല പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന തിരിക്കാലുകൾ ചാപ്പലിനടുത്തായി ഒരു ഷെഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചാപ്പലിന്റെ പുറകുവശത്തെ സൈഡിലായി മറ്റൊരു ഗ്രോട്ടോയും നമുക്ക് കാണാൻ കഴിയും. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ അടുത്തായി പ്രാർത്ഥനയിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുട്ടിന്മേൽ നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമയുടെയും 2 മാലാഹമാരുടെയും രൂപങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഈ ഗ്രോട്ടോയുടെ തൊട്ടു മുൻപിലായി ചെറിയൊരു കുളം പടുത്തു വെച്ച് മറച്ചിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് ഈ കുളത്തിൽ കുറേയധികം മീനുകൾ ഉണ്ടായിരുന്നു. ആളുകൾ ഇതിലേക്ക് നാണയങ്ങൾ നേർച്ചയായി ഇടാറുമുണ്ടായിരുന്നു. ചാപ്പലിന്റെ ഇടതുവശത്തുനിന്നും താഴേക്ക് നോക്കുമ്പോൾ പള്ളിയുടെ സിമിത്തേരിയെ നമുക്ക് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിശാലമായ പാർക്കിംഗ്, ടോയ്ലറ്റ് സൗകര്യം, വിശ്രമസ്ഥലം ഇവയെല്ലാം ഭരണങ്ങാനം പള്ളിയിലുണ്ട്. ഭരണങ്ങാനം പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.